സോ ആന്റി പെർസ്പിറൻസ് ആൻഡ് ഡിയോഡ്രൻസ് ആണ് നമ്മൾ എടുക്കാനുള്ളത് അല്ലെ. അപ്പൊ ഉച്ചയ്ക്ക് കയറാത്ത ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീ ആവുന്ന സമയം നമ്മുടെ ആ വീഡിയോ കാണുക. ഒന്നുമില്ല, നമ്മൾ ഇന്നലെ പഠിപ്പിച്ചതിന്റെ ബാക്കി കുറച്ച് പോർഷൻസേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്ന് പറഞ്ഞത് കോമ്പാക്ട് പൗഡേഴ്സ് അല്ലെങ്കിൽ യൂഷ്വൽ ഫേഷ്യൽ കോസ്മെറ്റിക്സിനെ പറ്റിയാ പറഞ്ഞത്. ഓക്കെ, പൗഡർ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ മറ്റേ റൗഗ്, കോൾഡ് ക്രീം, ക്ലെൻസിങ് ക്രീം, ഫൗണ്ടേഷൻ ക്രീം, മോയ്സ്ചറൈൻ ക്രീം, പിന്നെ കണ്ണിൽ ഉപയോഗിക്കുന്ന ഐ ഷാഡോ, ഐബ്രോ പെൻസിൽ, മസ്കാര, ലിപ്സ്റ്റിക്ക്. അപ്പൊ അങ്ങനെ ഫേഷ്യൽ ആസ്പെക്ട്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പെട്ടെന്ന് വായിച്ചാലും ഒക്കെ മനസ്സിലാകാവുന്ന സാധനമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സോ ഇറ്റ് ഇസ് ആന്റി പെർസ്പിറൻസ് ആൻഡ് ഡിയോഡ്രൻസ് ആ പറയുന്നത്. സോ ആന്റി പെർസ്പിറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വിയർപ്പിനെ അബ്സോർബ് ചെയ്യുന്നതും നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആന്റി പെർസ്പിറൻസ് ആൻഡ് ഡിയോഡ്രൻസ്. സോ ദേ ആർ യൂസ് ടു റെഡ്യൂസ് ദ സ്വെറ്റ് ഫോർമേഷൻ ആൻഡ് ബോഡി ഓർഡർ. ഓക്കെ, സോ നമ്മളുടെ ദേഹത്തുള്ള സ്വെറ്റിന്റെ ഫോർമേഷൻ തടയാനും ബോഡിയിലുള്ള സ്മെല്ലിനെ തടയാനുമാണ് ആന്റി പെർസ്പിറൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യൂഷ്വലി നമുക്കറിയാം രണ്ടുപേര് ഇപ്പൊ ഫീമെയിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെയിൽ ആയിക്കോട്ടെ, അവർക്ക് വിയർപ്പ് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഡ്യൂറിങ് സമ്മർ അല്ലെങ്കിൽ റെയിനി സീസൺ ആണെങ്കിലും വിയർക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി അല്ലെ. അപ്പം ഈ ഒരു സമയത്ത് ഫ്രഷ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആന്റി പെർസ്പിറൻസ്. ഫ്രഷ് പെർസ്പിറേഷൻ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ബാഡ് ഓർഡർ, പക്ഷെ കുറച്ചു നേരം അവിടെ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. സോ ദ ബാഡ് ഓർഡർ വിച്ച് ഈസ് എമിറ്റഡ് ഫ്രം ദ ഹ്യൂമൻ ബോഡി causes a number of problems. Okay, so any substance which is overcome അല്ലെങ്കിൽ which is used to overcome ഈ ഒരു ബോഡി ബാഡ് സ്മെൽ, അതിനെയാണ് നമ്മൾ ആന്റി പെർസ്പിറന്റ് അല്ലെങ്കിൽ ഡിയോഡ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളാണ് അല്ലെ വിയർപ്പ് സെക്രേറ്റ് ചെയ്യുന്നത്. സോ സ്വെറ്റ് ഗ്ലാൻഡ് സെക്രേറ്റ് പെർസ്പിറേഷൻ വിച്ച് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ സ്വെറ്റ് ഗ്ലാൻഡിൽ നിന്ന് സ്വെറ്റ് ഉണ്ടാവുന്നതിന്റെ ആകൃതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. ചിലപ്പോൾ ഒരാളിൽ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറച്ച് ആൾക്കാരിൽ കുറവായിരിക്കാം. അങ്ങനെ ചില കേസസിൽ ഈ സ്വെറ്റ് കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിട്ടും ചില ആൾക്കാരിൽ അതൊരു കളേർഡ് സ്വെറ്റ് ആയിട്ടും ഒക്കെ മാറാറുണ്ട്. ഇപ്പം ചില ഡ്രഗ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്വെറ്റിന് വരെ വേറൊരു കളർ വരാറുണ്ട്. ഓക്കെ, സോ ഒരു ഇഫക്റ്റീവ് ആന്റി പെർസ്പിറന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് അതിന്റെ പർപ്പസ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്വെറ്റ്. സ്വെറ്റ് ശരീരത്തിൽ ഉണ്ടാകുന്നത് തടയാനും അതിന്റെ സ്മെല്ലിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡിയോഡ്രന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആന്റി പെർസ്പിറൻസ് അല്ലെങ്കിൽ ഡിയോഡ്രന്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്മെറ്റിക് പ്രോഡക്റ്റുകളാണ്. സ്വെറ്റ് ഫോർമേഷൻ തടയുന്നു, ബോഡിയിലുള്ള ബാഡ് സ്മെല്ലിനെ തടയുന്നു. ഓക്കെ, ഇനി ആന്റി പെർസ്പിറൻസ് എന്ത് ചെയ്യുന്നു? പെർസ്പിറേഷൻ തടയുന്നു. ഡിയോഡ്രന്റ് എന്താ ചെയ്യുന്നത്? അതിലുള്ള സ്മെല്ലിനെ തടയുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഇപ്പം ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് അവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും സ്വെറ്റിൽ നിന്ന് ഈ ഒരു ബാഡ് ഓർഡർ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ആണ് നമ്മൾ അവിടെ തടയാനായിട്ട് ശ്രമിക്കുന്നത്. സോ കുറച്ച് കൂടുതൽ കെമിക്കൽസ് ഉണ്ട് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആന്റി പെർസ്പിറന്റ് ഡിയോഡ്രന്റ് ആക്ഷനും രണ്ടുമുള്ള വളരെ കുറച്ചുള്ള കെമിക്കൽസ് മാത്രമേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിൾ ആണ് അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്. ഓക്കെ, സോ ആന്റി പെർസ്പിറന്റും ഡിയോഡ്രന്റും രണ്ട് ആക്ഷനും തരുന്ന ഒരേ ആളേ ഉള്ളൂ, അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ antiperspirant containing substance having astringent action and on reacting with skin protein it causes coagulation which is accompanied by a swelling at the opening of a sweat gland. അപ്പം antiperspirant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആന്റിപെർസ്പിറന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്ട്രീജന്റ് ആക്ഷൻ ഉള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. സ്കിന്നിനെ പ്രോട്ടീൻസിനെ കോആഗുലേറ്റ് ചെയ്യുന്ന പർപ്പസ് അവർക്ക് ഉണ്ടാകുന്നത്. ഇത് ചോദിക്കാറുള്ള ചോദ്യമാട്ടോ. സോ ആന്റിപെർസ്പിറന്റ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഹാവിംഗ് ആൻ ആസ്ട്രീജന്റ്. ഓക്കെ, സോ ഈ ആസ്ട്രീജന്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്കിൻ പ്രോട്ടീൻസിനെ കോആഗുലേറ്റ് ചെയ്യുക. thereby it will result in swelling at the opening of sweat gland. So swelling ഉണ്ടാക്കും. ആ സ്വെറ്റ് ഗ്ലാൻഡിന്റെ ഓപ്പണിങ്സിലൊക്കെ ചെറിയ സ്വെല്ലിംഗ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെയുള്ള പ്രോട്ടീൻസിനെ കോവാഗുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതെന്താ ഹെൽപ്പ് ചെയ്യുക? ആന്റിപെർസ്പിറന്റ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സ്വെറ്റ് ഗ്ലാൻഡ്സിനെ എല്ലാം
ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ, അപ്പം ഓപ്പൺ ചെയ്താലല്ലേ അവിടുന്ന് സ്വെറ്റ് വരുവുള്ളൂ. അപ്പൊ നമ്മുടെ പെർസ്പിറൻസ് എന്ന് പറഞ്ഞാൽ ആ സ്വെറ്റ് ഗ്ലാൻഡ് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും അവിടുന്ന് സ്വെറ്റ് വരുന്നത്. ആന്റി പെർസ്പിറൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്വെറ്റ് ഗ്ലാൻഡിന്റെ ആ ഓപ്പണിങ്ങിനെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് സ്വെറ്റിന്റെ ഫ്ലോനെ അത് തടയും. ഓക്കെ, ഇതാണ് ആന്റി പെർസ്പിറന്റ് അല്ലെങ്കിൽ ഡിയോഡ്രന്റ്. സോ ആന്റി പെർസ്പിറന്റ് അല്ലെങ്കിൽ ഡിയോഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ സ്വെറ്റ് ഫോർമേഷൻ ആൻഡ് ബോഡി ഓർഡർ. ആന്റി പെർസ്പിറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെർസ്പിറേഷന്റെ സ്ലൈഡിലേക്ക് നോക്കുക. ആന്റി പെർസ്പിറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ ഫ്ലോ ഓഫ് പെർസ്പിറേഷൻ. സോ ഇനി ഡിയോഡ്രന്റ് എന്താണ്? ഡിയോഡ്രന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പെർസ്പിറേഷൻ്റെ അകത്ത് കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാക്കും. സോ അതൊരു ബാഡ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബാഡ് സ്മെല്ല് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിയോഡ്രന്റ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ്. അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 2 ആക്ടിവിറ്റി ഉണ്ട്. ആന്റി പെർസ്പിറന്റ് ആക്ടിവിറ്റിയും ഉണ്ട്, അതേപോലെ തന്നെ ഡിയോഡ്രന്റ് ആക്ടിവിറ്റിയും ഉണ്ട്. Salt of aluminum and zinc are commonly used as antiperspirant. Salt of aluminum and zinc. ഇനി ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ആന്റി പെർസ്പിറന്റിന്റെ കുറച്ച് ക്വാളിറ്റീസ് നോക്കാം. നോൺ ടോക്സിക് ആയിരിക്കണം, സ്കിന്നിന് നോൺ ഇറിറ്റന്റ് ആയിരിക്കണം, pH എന്ന് പറയുന്നത് 4 മുതൽ 4.5 വരെ ആയിരിക്കണം. എത്ര വരെ? 4 മുതൽ 4.5 വരെ. ഫാബ്രിക്കിലൊന്നും ഒരു തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ സഫീഷ്യന്റ് ആയിട്ടുള്ള ആസ്ട്രീജൻ പ്രോപ്പർട്ടിയും അതിന് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർമുലേഷൻ ഓഫ് ആന്റി പെർസ്പിറന്റ്. ആന്റി പെർസ്പിറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോൾട്ട് ഓഫ് വേരിയസ് മെറ്റൽ, അലൂമിനിയം, അയൺ, ക്രോമിയം, ലെഡ്, മർക്കുറി, സിങ്ക്, പൊതുവായിട്ടുള്ള ഈ സാധനങ്ങൾ, അതായത് സോൾട്ട് ഓഫ് വേരിയസ് മെറ്റൽസ്, അലൂമിനിയം, അയൺ, ക്രോമിയം, ലെഡ്, മർക്കുറി, സിങ്ക്, ഇവരുടെ എല്ലാം ആസ്ട്രീജൻ പ്രോപ്പർട്ടി, അതായത് which precipitate the protein. Okay, so all these salt which cannot be used as an antiperspirant കാരണം അവർക്കൊരു ടോക്സിക് ഇഫക്റ്റോ അല്ലെങ്കിൽ ഡിസ്കളറേഷനോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഫോർമുലേഷനാ പറയുന്നത് കേട്ടോ. ആന്റി പെർസ്പിറേഷന്റെ അല്ലെങ്കിൽ ആന്റി പെർസ്പിറന്റ് ഫോർമുലേഷനകത്ത് ഉണ്ടാകേണ്ടത് പല തരത്തിലുള്ള മെറ്റലുകളുടെ സോൾട്ട് ആണ്. ഓക്കെ, സോൾട്ട് ഓഫ് വേരിയസ് മെറ്റൽ, അലൂമിനിയം, അയൺ, ക്രോമിയം, ലെഡ്, മർക്കുറി, സിങ്ക്, ഇവർക്കെല്ലാം ആസ്ട്രിജന്റ് ആക്ഷൻ ഉണ്ട്. ഇവരുടെ എല്ലാം സോൾട്ടിനെയാണ് നമ്മൾ ആന്റി പെർസ്പിറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവരെന്താ ചെയ്യുക? പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഞാൻ ഈ പറയുന്ന എല്ലാ സോൾട്ടും, ഓക്കെ, ഓൾ ദീസ് cannot be used as an antiperspirant. ഇപ്പം ലെഡ്, മെർക്കുറി ഒക്കെ നമുക്ക് ആന്റി പെർസ്പിറന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ടോക്സിറ്റി ഉണ്ടാവും. ബോഡി അബ്സോർപ്ഷൻ വരുമ്പോൾ ടോക്സിറ്റി ഉണ്ടാവും അല്ലെ? സോ നമ്മൾ അതൊന്നും അങ്ങനെ ചെയ്യാറില്ല. ദെൻ generally to protect the skin from toxic effect and clothes from rotting, a combination of salt may be used. So അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അതിന് ടോക്സിക് ഇഫക്റ്റ് തടയാൻ വേണ്ടിയിട്ട് ഒരു കോമ്പിനേഷൻ ഓഫ് സോൾട്ട് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ആന്റിപെർസ്പിറൻസ് ഉണ്ട്, ക്രീം ആന്റിപെർസ്പിറൻസ് ഉണ്ട്, ഡിയോഡ്രന്റ് ഉണ്ട്. ഓക്കെ, സോ കൺസൈസ് സ്ലൈഡിൽ ഇതൊന്നും കാണാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു PDF ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഷാംപൂയിലേക്ക് പോകാം. അപ്പൊ ഷാംപൂ എന്താ? ഷാംപൂസ് എന്താ? ഷാംപൂസിന്റെ പർപ്പസ്, വാട്ട് ആർ ഷാംപൂസ്? ഷാംപൂസ് എന്താ? ഹെയറിലുള്ള അഴുക്കുകളെയും ഹെയറിൽ യൂസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഷാംപൂ കേൾക്കുമ്പോഴേ പതയൊക്കെ ഓർമ്മ വരും അല്ലേ? അപ്പൊ നമ്മൾ സർഫാക്ടന്റ് ഒക്കെ പഠിച്ചത് എവിടെയാ? എഴുതാത്ത പഠിച്ചു. പിന്നെ ഇന്ന് നമ്മൾ പഠിച്ച ഒരു സാധനത്തിനകത്ത് നമ്മൾ ഇതുപോലെ സർഫാക്ടന്റ്, സർഫസ് ആക്റ്റീവ് ഏജന്റ് ഒക്കെ ഉപയോഗിച്ച് പേസ്റ്റിന്റെ അകത്ത് ഓർമ്മയുണ്ടോ? എന്തിനാ അവിടെ ഉപയോഗിച്ചിരുന്നത്? പേസ്റ്റിൽ എന്തിനാ? ഡെബ്രിസിനെ, അതായത് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് അല്ലെ അവിടെ നമ്മൾ ഡിറ്റർജന്റ് ഉപയോഗിക്കുന്നത്. ഷാംപൂലും ഇതേപോലെ തന്നെ സർഫസ് ആക്റ്റീവ് ഏജന്റ് എന്നുള്ള വേർഡ് ഓർക്കുക. ദീസ് ആർ പ്രിപ്പറേഷൻസ് വിച്ച് കണ്ടെയ്ൻ സർഫസ് ആക്റ്റീവ് ഏജന്റ്. ഇതിനെ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്?
ഡസ്റ്റ്, ഗ്രീസ്, ഡെബ്രിസ് ഒക്കെ മുടിയിൽ നിന്നും സ്കാൽപ്പിൽ നിന്നും കളയാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഷാംപൂ ഉപയോഗിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ ഗ്ലോയിനെ അത് ഒരു തരത്തിലും അല്ലെങ്കിൽ നാച്ചുറൽ പ്രോപ്പർട്ടീസിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ അവിടെയുള്ള അഴുക്ക്, ഗ്രീസ്, ഡെബ്രിസ് ഒക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ, then shampoo also help to keep the hair fragrant, lustrous, സോഫ്റ്റ് ആൻഡ് മാനേജബിൾ. അപ്പൊ ഷാംപൂ ചെയ്യുമ്പോൾ ഇഫ് നല്ല ബ്രാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട്, ലസ്ട്രസ് ആയിട്ട്, മാനേജബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ അല്ലെങ്കിലോ, ഇപ്പൊ ലോക്കൽ ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റാറുണ്ട്. സോ മെജോറിറ്റി ഓഫ് ദ കേസസ് ഷാംപൂസ് എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ സൊല്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ സസ്പെൻഷൻസ് ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് അല്ലെങ്കിൽ ക്ലെൻസിങ് ഏജൻസ് ഇൻ സ്യൂട്ടബിൾ ലിക്വിഡ് അല്ലെങ്കിൽ അതർ ഏജൻസ് ടു ഇംപ്രൂവ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഷാംപൂ. നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. കുറച്ചിപ്പോ 2 രൂപയുടെ സാഷേ കിട്ടിയാലും 50 രൂപയുടെ ഒരു കുപ്പി നമ്മൾ വാങ്ങിയാലും നമ്മൾ എന്ത് ചെയ്യും? റിക്വയർഡ് എമൗണ്ട് ഓഫ് ഷാംപൂ ഒരു ചെറിയ മഗ്ഗിൽ വാട്ടർ കളക്ട് ചെയ്തിട്ട് ആ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വി വിൽ ബി യൂസിങ് ഇറ്റ്, അല്ലെ? സോ അതാണ് പറയുന്നത്, എന്ത് തരം ഷാംപൂ ആയിക്കോട്ടെ, മിക്ക ഷാംപൂകളും, ഭൂരിഭാഗം ഷാംപൂ വാട്ടർ സോല്യൂബിൾ ആയിരിക്കും. അവർക്കൊരു ക്ലെൻസിങ് ഏജന്റ് ഉണ്ട്, ക്ലെൻസിങ് ആക്ഷൻ ഉണ്ട്. അവരെന്താ ചെയ്യാം? അതിന്റെ ഫങ്ഷൻസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ ലിക്വിഡിലേക്ക് ആഡ് ചെയ്തിട്ട് ആ വെള്ളത്തിനെ കുറച്ചും കൂടെ എന്തായിട്ട് മാറ്റും? അതിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്ത്, ഷാംപൂവിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. പക്ഷെ ഇപ്പോഴത്തെ പുതുതായിട്ട് ഉപയോഗിക്കുന്ന മോഡേൺ ഷാംപൂസിലൊക്കെ സിന്തറ്റിക് ഡിറ്റർജന്റുകളും കൂടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ആ നന്നായിട്ട് പതഞ്ഞു കണ്ടാലേ ഷാംപൂയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. ഈവൻ ദോ നമ്മുടെ ഹെയറിനെ ഫ്രിസി ആക്കിയാലും നമുക്ക് നല്ല ഒരു എന്താ പറയാ, ഒരു ഫോം കാണണം. സോ ദാറ്റ് ഫോം വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് സിന്തറ്റിക് ഡിറ്റർജന്റ്. ഓക്കെ, ഇനി ഒരു ഐഡിയൽ ഷാംപൂവിന് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ആ ടെക്സ്റ്റും കൂടെ എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ the qualities of an ideal shampoo. So qualities എന്തൊക്കെയാണ്? It should be capable of removing grease, dirt and skin debris from the hair and scalp. നമ്മൾ പറഞ്ഞു അതിന് വൃത്തിയായിട്ട് അവിടെ ക്ലീൻ ചെയ്യുവാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. അത് നോൺ ടോക്സിക് ആയിരിക്കണം. It should be non-irritant. അത് non-irritant ആയിരിക്കണം. It should provide sufficient fragrance to the hair after the use. So non-irritant, it should be non-irritant, it should be non-toxic. അതുപോലെ നല്ല ഒരു സ്മെല്ല് നമ്മുടെ ഹെയറിന് യൂസിന് ശേഷം കൊടുക്കാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി ഇഫക്റ്റീവ് ഇൻ സ്മോൾ എമൗണ്ട്. ഒരു ചെറിയ എമൗണ്ടിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാ. ഇറ്റ് ഷുഡ് ഗെറ്റ് ഈസിലി റിമൂവ്ഡ് ബൈ വാഷിംഗ് വിത്ത് ഹെയർ. ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഉപയോഗിച്ചതിനെ കഴുകി കളയാനായിട്ട് പറ്റണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് സഫിഷ്യന്റ് ഫോം ബോത്ത് ഇൻ ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. ഓക്കെ, അപ്പം അതിന് ഈ പറഞ്ഞ പോലെ സഫീഷ്യന്റ് ആയിട്ടൊരു പത ഉണ്ടാക്കാനും എന്താ പറയാ, ഹാർഡ് വാട്ടർ ആയിക്കോട്ടെ, സോഫ്റ്റ് വാട്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനത്തെ വെള്ളമാണെങ്കിലും ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മുടെ ഷാംപൂവിന് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? Then it should produce sufficient foam with hard and soft water. Then it reduce the fluffiness and smoothness of the hair shaft. It make the hair soft and shiny. ഒരു നല്ല ഒരു ഷാംപൂ ആണെങ്കിൽ നമ്മുടെ ഹെയറിന്റെ ഒരു എന്താ പറയാ, പിന്നെ ഫ്രിസി ഫീലിംഗ് ഒക്കെ മാറ്റി വളരെ കൂൾ ആയിട്ട് നമ്മുടെ ഹെയറിനെ വെക്കുന്ന ആൾക്കാരാണ് ഷാംപൂസ്. ടൈപ്പ് ഓഫ് ഷാംപൂ നോക്കാം. ഷാംപൂ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് മെഡിക്കേറ്റഡ് ഷാംപൂസ് ഉണ്ട്, പൗഡർ ഷാംപൂ ഉണ്ട്, ക്ലിയർ ലിക്വിഡ്, ജെല്ല്, സോപ്പ് ഷാംപൂ, ക്രീം ഓർ പേസ്റ്റ് ഷാംപൂ, ലിക്വിഡ് ക്രീം അല്ലെങ്കിൽ ലോഷൻ ഷാംപൂ, ബേബി ഷാംപൂ, എയറോസോൾ ഷാംപൂ. അല്ലെ, ഇത്രയും ഷാംപൂ ഉണ്ടെന്ന് തന്നെ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? മെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഷാംപൂയുടെ എക്സാമ്പിൾ പറഞ്ഞേ. മെഡിക്കേറ്റഡ് അല്ലെങ്കിൽ മറ്റേ നമ്മള് ഇതൊക്കെ ഇല്ലടാ, എന്താ പറയാ, സെലീനിയം സൾഫേറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന സെലീനിയം,
ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഇല്ലേ, സെലീനിയം സൾഫൈഡ് ഒക്കെ വരുന്നതാണ് മെഡിക്കേറ്റഡ് ഡാൻഡ്രഫ് ഷാംപൂ. ആ പൗഡർ ഷാംപൂ എന്താ ചെയ്യാ? പൗഡർ ഷാംപൂ ഇപ്പൊ ഡൈക്കകത്ത് തന്നെ കണ്ടിട്ടില്ലേ, പൗഡർ ആയിട്ട് വന്നിട്ട് നമുക്ക് അതിനെ മിക്സ് ചെയ്ത് ഷാംപൂ പോലെ യൂസ് ചെയ്യാം, കണ്ടിട്ടില്ലേ? പിന്നെ ക്ലിയർ ലിക്വിഡ്, ഖാദീസിന്റെ ഒക്കെ ഷാംപൂസ് ഒക്കെ ക്ലിയർ ലിക്വിഡ് ഷാംപൂസാ. പിന്നെ ജെല്ല് പോലത്തെ ഷാംപൂസ് ഉണ്ട്, സോപ്പ് പോലെ തന്നെ ഇരിക്കുന്ന ഷാംപൂസ് ഉണ്ട്, ക്രീം അല്ലെങ്കിൽ പേസ്റ്റ് പോലത്തെ ലിക്വിഡ് ക്രീം, ബേബി ഷാംപൂ, എയറോസോൾ, അങ്ങനെ പല തരത്തിലുള്ള ഷാംപൂസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അതിന്റെ ഫോർമുലേഷൻ നോക്കാം. സോ ഫോർമുലേഷൻ എന്ന് പറയുന്നത് വേരിയസ് അഡിറ്റീവ്സ് ഹാസ് ടു ബി ആഡ്. ഞാൻ പറയും ഏതൊരു സാധനത്തെ പറ്റി പഠിച്ചാലും അതിന്റെ ഫോർമുലേഷൻ അറിയണം. സോ ഏറ്റവും ആദ്യം കണ്ടീഷനിങ് ഏജന്റ്. കണ്ടീഷനിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനും അതിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് കണ്ടീഷനിങ് ഏജന്റ്. അത് അതിന്റെ ഫ്ലഫിനെസ് കുറയ്ക്കാനും ഹെയർ ഷാർപ്നെസ് സ്മൂത്തൻ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് കണ്ടീഷനിങ് ഏജന്റ്. ഇത് ഹെയറിനെ സോഫ്റ്റ് ആക്കുന്നു, ഷൈനി ആക്കുന്നു. ലെനോലിനും ഡെറിവേറ്റീവും ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ലെനോലിൻ, ഗ്ലിസറിൻ ആൻഡ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ കണ്ടീഷണർ എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ലാനോലിൻ, അതിന്റെ ഡെറിവേറ്റീവ്, ഗ്ലിസറിൻ, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, ഇത്രയും സാധനങ്ങൾ ഹെയർ കണ്ടീഷണേഴ്സ് ആണ്. ലാനോലിൻ, ഗ്ലിസറിൻ ആൻഡ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ. ഓക്കെ, അടുത്തത് തിക്കനിങ് ഏജന്റിനെ പറ്റിയിട്ടാ പറയുന്നത്. തിക്കനിങ് ഏജന്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ഇൻക്രീസ് ദ വിസ്കോസിറ്റി. തിക്കനിങ് ഏജന്റ് ഷാംപൂന്റെ വിസ്കോസിറ്റി കൂട്ടുന്നു, നമ്മുടെ ഷാംപൂന് ഡിസൈഡ് ആയിട്ടൊരു കൺസിസ്റ്റൻസി തരുന്നു. അപ്പൊ തിക്കനിങ് ഏജന്റിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ? പോളിവിനൈൽ ആൽക്കഹോൾ, മീഥൈൽ സെല്ലുലോസ്, സോഡിയം ആൽജിനേറ്റ്, സോഡിയം സ്റ്റീറേറ്റ്, ഇതൊക്കെ എന്താണ്? തിക്കനിങ് ഏജന്റ്. അപ്പം കണ്ടീഷനിങ് ഏജന്റ് നമ്മൾ പറഞ്ഞു ലാനോലിനും അതിന്റെ ഡെറിവേറ്റീവും എല്ലാം കണ്ടീഷനിങ് ഏജന്റ് ആണ്. ഹെയറിന്റെ ഒരു എന്താ പറയാ, ഒരു ടഫ്നെസ് ഒക്കെ മാറ്റി ഹെയറിനെ വളരെ സോഫ്റ്റ് ആയിട്ട് മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് കണ്ടീഷണർ. അതിനകത്ത് എക്സാമ്പിൾ വരുന്നത് ലാനോലിൻ, അതിന്റെ ഡെറിവേറ്റീവ് ഗ്ലിസറിന്, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ. ഇനി അടുത്തത് തിക്കനിങ് ഏജന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സസ്പെൻഷൻ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്, തിക്കനിങ് ഏജന്റ് ഒക്കെ അവിടെ ആഡ് ചെയ്യും. എന്തിനാണ് തിക്കനിങ് ഏജന്റ് ആഡ്? അതിന്റെ വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെ. സസ്പെൻഷനിലും അതിന്റെ വിസ്കോസിറ്റി കൂട്ടാനായിട്ടാണ്, ഷാംപൂലും അതിന്റെ വിസ്കോസിറ്റി കൂട്ടാനാണ് തിക്കനിങ് ഏജന്റ് ഉപയോഗിക്കുന്നത്. സസ്പെൻഷനിൽ ഏതൊക്കെയായിരുന്നു ഉപയോഗിച്ചത്? പോളിസാക്രൈഡ്, ഇനോർഗാനിക് ഏജന്റ്സ്, സിന്തറ്റിക് കോമ്പൗണ്ട്സ്. ഓർമ്മയുണ്ടോ? മൂന്നിനെ പറ്റിയും പഠിച്ചതാണ്. പോളിസാക്രൈഡിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, നാച്ചുറലും സെമി സിന്തറ്റിക്കും. നാച്ചുറലിനകത്ത് വരുന്നതായിരുന്നു ഗമ്മക്കേഷ്യ, ട്രഗക്കാന്ത്, സ്റ്റാർച്ച്, സോഡിയം ആൽജിനേറ്റ് ഒക്കെ. സെമി സിന്തറ്റിക് ആകുമ്പോൾ മീഥൈൽ സെല്ലുലോസ്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ്. ഇനോർഗാനിക് ആയിരുന്നു ക്ലേ ആൻഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. സിന്തറ്റിക് ആയിരുന്നു കാർബോമറും കൊളോയിഡ്, സിലിക്കൺ ഡയോക്സൈഡും. പുതുതായിട്ട് കേൾക്കുന്ന പോലെ തോന്നും, പക്ഷെ ടെൻഷൻ അടിക്കണ്ട. റിവിഷന്റെ സമയത്ത് വീണ്ടും ഇതെല്ലാം നമ്മൾ ഒന്നുകൂടെ പഠിക്കും. അപ്പം മനസ്സിലിരിക്കും കേട്ടോ, ടെൻഷൻ ആവണ്ട. സോ തിക്കനിങ് ഏജന്റ് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നമ്മൾ ഒരു 2 പേജ് എടുത്ത് പഠിച്ച തിക്കനിങ് ഏജന്റിന്റെ അകത്തുനിന്ന് വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഷാംപൂള് തിക്കനിങ് ഏജന്റ്? പോളിവീനൈൽ ആൽക്കഹോള്, മീഥൈൽ സെല്ലുലോസ്, മീഥൈൽ സെല്ലുലോസ്, പോളിവിനൈൽ ആൽക്കഹോൾ, ഗ്ലിസറിൻ അല്ല, സോഡിയം ആൽജിനേറ്റ്, സോഡിയം സ്റ്റീറേറ്റ്. ഓക്കെ, ഇനി അടുത്ത സോലുബിലൈസിങ് ഏജന്റാ പറയുന്നത്. സോലുബിലൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചില സാധനങ്ങൾ ഷാംപൂ ആയിട്ട് മാറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടില്ല, അതായത് അവർ സോലുബിലൈസ് ചെയ്യാൻ പാടായിരിക്കും. സോ ഈ ഒരു പുവർ സോലുബിലിറ്റി പ്രോബ്ലം ഉള്ള സാധനത്തിനെ ഒരു ക്ലിയർ ഷാംപൂ ആക്കി മാറ്റാനാണ് നമ്മൾ സോലുബിലൈസിങ് ഏജന്റുകൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഈഥൈൽ ആൽക്കഹോള്, ഗ്ലിസറോള്, പ്രൊപ്പിലീൻ ഗ്ലൈക്കോള്, ഡൈ എത്തിലീൻ ഗ്ലൈക്കോള്, മോണോ ഈഥൈൽ ഈഥർ ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, സോലുബിലൈസിങ് ഏജന്റ്. സോ ഈഥൈൽ ആൽക്കഹോള്, ഗ്ലിസറോള്, പ്രൊപ്പിലീൻ ഗ്ലൈക്കോള്, ഡൈ എത്തിലീൻ ഗ്ലൈക്കോള്, മോണോ ഈഥൈൽ ഈഥർ, ഇത്രയുമാണ് സോലുബിലൈസിങ് ഏജന്റ്. സോലുബിലിറ്റി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഏജന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഒപ്പാസിഫൈങ് ഏജന്റ്. ഒപ്പാസിഫൈങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
They are used to make the shampoo opaque. Okay, so glycol, glyceride stearate, cetyl alcohol, stearyl alcohol, stearic amide ഒക്കെ എന്താണ്? All these are opacifying agent. അപ്പം opacifying agent ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞു. എവിടെയാ ഒരു opacifying agent എക്സാമ്പിൾ പറഞ്ഞേ? പറഞ്ഞേ opacifying agent എക്സാമ്പിൾ. opacifying agent എക്സാമ്പിൾ ആണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. ഓക്കെ, എന്താണ് ടൈറ്റാനിയം ഡയോക്സൈഡ്? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ട് opacifying agent ആണ്. സോ opacifying agent ഷാംപൂവിനെ ഒപ്പേക്ക് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്ലൈക്കോള്, ഗ്ലിസറൈൽ സ്റ്റീറേറ്റ്, സീറ്റൈൽ ആൽക്കഹോള്, സ്റ്റീറൈൽ ആൽക്കഹോള്, സ്റ്റീറിക് അമൈഡ് ഒക്കെ എക്സാമ്പിൾ ആണ്. പ്രിസർവേറ്റീവ് എന്ന് അറിയാത്താലോ മീഥൈൽ പെരാമിനും പ്രൊപ്പൈൽ പെരാമിനുമാണ് നമ്മൾ ഷാംപൂവിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ് എന്ന് കേൾക്കുമ്പോഴേ മീഥൈൽ പെരാമിനും പ്രൊപ്പൈൽ പെരാമിനും മനസ്സിൽ വരണം കേട്ടോ. ഷാംപൂവും ലിക്വിഡ് ഷാംപൂ ഉണ്ട്, ക്രീം ടൈപ്പ് ഷാംപൂ ഉണ്ട്. ഓക്കെ, അടുത്ത ഹെയർ ഡ്രസ്സിങ്. ഹെയർ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈ ഹെയറിലേക്ക് ഒരു എക്സ്ട്രാ ഗ്ലോ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് ഹെയർ ഡ്രസ്സിങ്സ് എന്ന് പറയുന്നത്. സോ ഹെയർ ഡ്രസ്സിങ്സ് ദേ ആർ അപ്ലൈഡ് ടു ഡ്രൈ ഹെയർ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എക്സ്ട്രാ ഗ്ലോ. ഓക്കെ, സോ ദ മെയിൻ പർപ്പസ് ഓഫ് ഹെയർ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ? ടു അപ്ലൈ ആസ് എ തിൻ ഫിലിം ഓഫ് ഓയിൽ ടു കീപ് ദ ഹെയർ ഇൻ ഓർഡർ ടു ഗീവ് എ നാച്ചുറൽ ലുക്കിംഗ് ഗ്ലോസ് വിത്തൗട്ട് എനി അപ്പിയറൻസ് ഓഫ് ഓയിൽനെസ്. അത് എണ്ണ പറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഹെയറിന്റെ ഒരു ടെക്സ്ചർ മാറ്റിയെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഹെയർ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദേ ആർ അപ്ലൈ ടു ഡ്രൈ ഹെയർ ടു പ്രൊവൈഡ് ആൻ എക്സ്ട്രാ ഗ്ലോ. ഓക്കെ, സോ മെയിൻ പർപ്പസ് ഓഫ് ഹെയർ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ടു അപ്ലൈ എ thin film of oil to keep the hair in order to get a natural looking glow without any oil presence ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഗ്ലോയി ആയിട്ട് നമ്മുടെ ഹെയറിനെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹെയർ ഡ്രസ്സിങ്. ഓക്കെ, ഇനി ഹെയർ ഡ്രസ്സിങ്ങിന്റെ ക്വാളിറ്റി പറയാം. സ്കിന്നിന് ടോക്സിക് ആവാൻ പാടില്ല, ഹെയറിന് നല്ല എക്സ്ട്രാ ക്യാരക്ടർ കൊടുക്കണം, നല്ല ഗ്രൂമിങ് ആക്ഷൻ ഉണ്ടായിരിക്കണം, ആന്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടി, നല്ല വെറ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് പ്രൊവൈഡ് സം ഡിഗ്രി ഓഫ് ഹെയർ കണ്ടീഷനിങ്ങും ഉണ്ടായിരിക്കണം. ഓക്കെ, there are number of preparations അല്ലെ? അപ്പം ഹെയർ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഹെയറിന്റെ ക്യാരക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരുത്തിനെ നമ്മൾ എന്താ വിളിക്കാം? ഹെയർ ഡ്രസ്സർ എന്ന് വിളിക്കാം. അപ്പൊ അതിനകത്ത് ഹെയർ കണ്ടീഷണർ വരുന്നു, ഹെയർ ടോണിക്, ബ്രില്യന്റ് ആനസ്, ഹെയർ വേവിങ് ആൻഡ് ഹെയർ സ്ട്രൈറ്റനിങ് പ്രിപ്പറേഷൻസ്. ഇതൊക്കെ ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോഴേ മനസ്സിലാകും. കാരണം പണ്ടത്തെ ആൾക്കാരെ പോലെയല്ല, ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് വരുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാത്തിന്റെയും യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളെ പറ്റി നല്ല ബോധമുള്ള ആൾക്കാരാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ഹെയർ കണ്ടീഷണേഴ്സ് എന്താണ്. സോ ദിസ് വിൽ റെഡ്യൂസ് ഫ്ലഫിനെസ് ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് ഹെയർ ഷാഫ്റ്റ്. നമുക്ക് ഹെയർ മാനേജബിൾ ആക്കാനും ഗ്ലോസി ആക്കാനും സോഫ്റ്റ് ടെക്സ്ചറിലേക്ക് മാറ്റാനും ഒക്കെ ആയിട്ട് ഹെയർ കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യൂഷ്വലി നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? ഷാംപൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്തിട്ടോ ഡൈ ചെയ്തിട്ടോ ഒക്കെ ഡാമേജ് ആകുന്ന ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. ആൻഡ് ഹെയർ കണ്ടീഷണർ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഷാംപൂ ചെയ്തതിന് ശേഷം അല്ലെ? സോ കാരണം എന്താ? ഇറ്റ് ഈസ് ഡൺ ടു റിമൂവ് ദ ഡിറ്റർജന്റ് ഫിലിം which has been left by shampoo. The hair will become too soft and touching the hair after this. So hair conditioner എന്ന് പറഞ്ഞാൽ നമ്മള് ഷാംപൂ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിക്ക് ഒരു നോർമൽ ടെക്സ്ചർ കിട്ടാനായിട്ടാണ് നമ്മൾ ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഹെയർ ടോണിക്. ഹെയർ ടോണിക് എന്താണ്? ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ ഹെയർ ഫോർ ക്യൂറിംഗ് ബോൾഡ്നെസ്, giving relief of oily അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആൻഡ് ടു പ്രിവെന്റ് ക്യൂർ ഓഫ് ഡാൻഡ്രഫ്. ഹെയർ ടോണിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെയറിന്റെ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനും. ഹെയർ ടോണിക് ജനറലി കണ്ടെയ്നിങ് എ റുബിഫേഷ്യന്റ് ആൻഡ് ആന്റിസെപ്റ്റിക്, എ സെബേഷ്യസ് ഗ്ലാൻഡ് സ്റ്റിമുലന്റ്. അപ്പൊ എന്തൊക്കെയാണ്? റുബിഫേഷ്യന്റ് ആണ്, ആന്റിസെപ്റ്റിക് ആണ്, അവിടുത്തെ സെബേഷ്യസ് ഗ്ലാൻഡിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഹെയർ ടോണിക് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റബ്ഡ് ഇൻ ടു ദ സ്കാൽപ്പ് അറ്റ് നൈറ്റ് സോ ദാറ്റ്
ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഷാംപൂവിങ് ദ ഹെയർ ഓൺ ദ നെക്സ്റ്റ് ഡേ. അപ്പം ഓരോ ഹെയർ പ്രോഡക്റ്റുകളും ഉപയോഗിക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ് അല്ലെ. നമ്മളൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന പോലെ തന്നെ ഉണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് അല്ലെ. സോ ഹെയർ ടോണിക് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണ്? രാത്രിയിൽ അപ്ലൈ ചെയ്യുക ബൈ റബ്ബിങ് ഇൻ ടു ദ സ്കാൽപ്. കാരണം അതിന് റുബിഫിഷ്യന്റ് ആക്ഷൻ ഉണ്ട്, ആന്റിസെപ്റ്റിക് ആക്ഷൻ ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡിനെയൊക്കെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഹെയർ ടോണിക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഷാംപൂ ചെയ്യണം. നെക്സ്റ്റ്, brilliant tannins. So these are mainly used by men to impart luster to the hair and also for keeping the hair in place. So after initial setting of the hair, liquid നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ഇല്ലേ, അതിന്റെ തന്നെ വേറെ ഒരു ഇത് അതിനകത്ത് അറ്റോമിസൈസർ ഒക്കെ കാണും. ഓക്കെ, അത് ലിക്വിഡും ഉണ്ട് സോളിഡും ഉണ്ട്. ലിക്വിഡ് എന്താ? ഒരു മിനറൽ ഓയിൽ ഉണ്ടാവും, ഒരു ഡിയോഡറൈസ്ഡ് കെറോസിൻ ഉണ്ടാവും, ഐസോപ്രോപ്പൈൽ മെരിസ്റ്റേറ്റ് ഉണ്ടാവും. സോ ആൽക്കഹോളിക് ബ്രില്ലിൻറ്റൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ഓയിൽ ഇൻ ആൽക്കഹോൾ. പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നു. ഇറ്റ് വിൽ ഗീവ് ദ ഫീലിംഗ് ഓഫ് ഫ്രഷ്നെസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സ്കിൻ. കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഐസോപ്രോപ്പൈൽ മെരിസ്റ്റേറ്റ്, ഇതൊക്കെയാണ് ലിക്വിഡ് ആയിട്ടുള്ളതിന്റെ എക്സാമ്പിൾ. അടുത്ത സോളിഡ് ആയിട്ടുള്ള ബ്രില്യന്റ് ടൈൻസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് ആർ തിക്കൻഡ് ബൈ ആഡിങ് ഡിഫറെന്റ് വാക്സസ്. ഏതൊക്കെയാണ് അതൊക്കെ? ബീസ് വാക്സ്, കർണൂബ വാക്സ്, പാരഫിൻ വാക്സ്, സ്പെർമാസെറ്റൈ, അലൂമിനിയം ട്രൈസിഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ജെല്ലിങ് ഏജന്റ് കൂടി. ഇപ്പൊ ചിലതൊക്കെ ഇത് നമ്മുടെ മെന്നിന്റെ ഹെയർ ജെല്ലുകളിൽ ട്രാൻസ്പെറന്റ് ആണെങ്കിൽ അത് അലൂമിനിയം ട്രൈസിഗ്രേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈസ് ഹെയർ വേവിങ് ആൻഡ് ഹെയർ സ്ട്രെയിറ്റനിങ് പ്രിപ്പറേഷൻസ്. നമുക്കറിയാം മിക്കവാറുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യാറുണ്ട്? ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പെർമനന്റ് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പം വേവി പോലെ നമ്മുടെ ഹെയർ കിടക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? So these days both men and women are conscious about their hairstyle. People having curly hair are interested to make it straight, while those who are having straight have to make it curly. So ഈ curling of the hair നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സ്പെഷ്യൽ ഡിവൈസ്, ബ്രഷ്, ഹോട്ട് എയർ ബ്ലോവർ, കോംബ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈസസ് വേണം. പക്ഷെ ഈ ഡിവൈസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കേളുകൾ എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കേളൊക്കെ പെർമനന്റ് ആക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം നിൽക്കാനോ കുറച്ച് ബേബി ലിക്വിഡ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവർ നല്ല റിസൾട്ട് തരാറുമുണ്ട്. അപ്പൊ ഈ ഹെയർ വേവിങ് ലിക്വിഡ്സ്, ഓക്കെ, സോ ഈ ഹെയർ വേവിങ് ലിക്വിഡ് എന്ന് പറയുന്ന സാധനങ്ങള് കൺസിസ്റ്റ് ഓഫ് തിക്ക് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗം കരായ, ഗം അക്കേഷ്യ, ഗം ട്രഗക്കാന്ത്, ജെലാറ്റിൻ, സോഡിയം കാർബണേറ്റ്, ബോറാക്സ്, ഗ്ലിസറിൻ ആൻഡ് ആൽക്കഹോൾ. ഓക്കെ, തിക് സൊല്യൂഷൻ ഓഫ് ഗം ഹരായ, ഗം അക്കേഷ്യ, ഗം ട്രഗക്കാന്ത്. അപ്പം ഒന്ന് അവിടെ എഴുതി വെച്ചോ. G⁻⁴ ആണല്ലേ? 1 2 3 4 ഏതൊക്കെയാണ്? സോറി, G⁻⁵ എന്ന് ആലോചിക്കുക. ജി വെച്ച് തുടങ്ങുന്ന 5 സാധനങ്ങളുണ്ട്. ഗ്ലിസറിന്, ജെലാറ്റിന്, ഗം ട്രഗക്കാന്ത്, ഗം അക്കേഷ്യ, ഗം കരായ, പിന്നെ സോഡിയം കാർബണേറ്റും ആൽക്കഹോളും. ഇത്രയും സാധനങ്ങളെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുക? എന്താ അവർ ചെയ്യുന്നത് നോക്കിക്കേ. സോഡിയം ബെൻസോയേറ്റിനെ ചെറു ചൂടുവെള്ളത്തിൽ ആദ്യം ഡിസോൾവ് ചെയ്യിക്കുന്നു. ഗം ട്രഗക്കാന്ത് ആഡ് ചെയ്തുകൊണ്ട് ഒരു മ്യൂസിലേജ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ടോ പെർഫ്യൂമിനെ ഡിസോൾവ് ചെയ്തിട്ട് ആ ആൽക്കഹോളിനെ ഈ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നു. ചില സമയങ്ങൾ ഡൈയും ഇതിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യും ഫോർ കളേർഡ് പ്രിപ്പറേഷൻസ്. ഓക്കെ, ഹെയർ സ്ട്രെയിറ്റനിങ് പ്രോഡക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ് ഹെയർ വേവിങ് പ്രോഡക്റ്റ്. ഹെയർ വേവിങ് എന്ന് പറയുന്നത് എന്താണ്? ജനറലി ഇറ്റ് ഇസ് ഡൺ ബൈ കെമിക്കൽ, വിച്ച് മീൻസ് ഹെയർ സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ മീൻസ് ആണ്. ഓക്കെ, സോ ഹെയർ വേവിങ് കെമിക്കൽ മെത്തേഡ്, ഹെയർ സ്ട്രെയിറ്റനിങ് ഫിസിക്കൽ മെത്തേഡുമാണ്. സോ ഈ ഒരു മെത്തേഡിൽ നമ്മളെ ഹെയർ വാഷ് ചെയ്യുന്നു, നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നു, ദെൻ ദ പ്രസ്ഡ് ഓയിൽ ഈസ് അപ്ലൈഡ് ഹോട്ട്. അപ്പം ഈ നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ആ ചൂടോടുകൂടി തന്നെ, പ്രസ്ഡ് ഓയിൽസ് എന്ത് ചെയ്യണം? ചൂടോടുകൂടി തന്നെ നമ്മൾ ആ ഹെയറിനെ കോംബ് ചെയ്ത് അതിനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് മാറ്റണം. ഓക്കെ, സോ ഈ പ്രസ്ഡ് ഓയിലിനകത്ത് വാക്സ് ഉണ്ടാവാം, പെർഫ്യൂം ഉണ്ടാവാം, ലെനോളിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ഹെയർ കണ്ടീഷണേഴ്സും ഉണ്ടായിരിക്കാം. ഇതിനെയാണ് നമ്മൾ ഹെയർ വേവിങ് അല്ലെങ്കിൽ ഹെയർ സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഹെയർ ഡൈസ്. ഹെയർ ഡൈസ് നമ്മൾ വളരെ ഫെമിലിയർ ആണ്. നമ്മുടെ ഹെയറിന്റെ നാച്ചുറൽ കളർ മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹെയർ ഡൈ.
ഓക്കെ. യൂഷ്വലി ഗ്രേ കളർ അല്ലെങ്കിൽ വൈറ്റ് ഹെയർ എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ബ്ലാക്ക് ആക്കുമായിരുന്നു അല്ലെ? എന്തിനാ? നമ്മൾ യുവത്വമാണെന്ന് അറിയിക്കാം. പക്ഷെ ഇപ്പൊ അജിത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു കളർ ടെമ്പററി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ചിലർ അത് ഡൈ ചെയ്ത് വൈറ്റ് ഹെയർസ് കണ്ടിന്യൂ ചെയ്യാനും തുടങ്ങി. സോ ഡൈസ് ആർ യൂസ് ടു ആൾട്ടർ ദ കളർ ഓഫ് ദ ഹെയർ ടെമ്പററി ഫോർ പർട്ടിക്കുലർ ഒക്കേഷൻസ്. ഓക്കെ. ഇനി ഡൈസിന്റെ തന്നെ പല എക്സാമ്പിൾസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണെങ്കിൽ ടെമ്പററി, സെമി പെർമനന്റ്, പെർമനന്റ്. ഇനി ഇതിന്റെ അകത്ത് 3 ക്ലാസ്സുകളുണ്ട് ഹെയർ ഡൈസ്. യൂഷ്വലി വെജിറ്റബിൾ ഡൈ, മെറ്റാലിക് ഡൈ, സിന്തറ്റിക് ഓർഗാനിക് ഡൈ, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. വെജിറ്റബിൾ ഡൈ എന്തുവാ? നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മറ്റേ മൈലാഞ്ചി പൊടിയൊക്കെ, ഹെന്ന, കനോമോ മൈലൊക്കെ. മെറ്റാലിക് ആണ് ലെഡ് അസറ്റേറ്റ് വിത്ത് പ്രസിപിറ്റേറ്റഡ് സൾഫർ, ബിസ്മത്ത് സിട്രേറ്റ്, സിൽവർ നൈട്രേറ്റ്, കോപ്പർ ക്ലോറൈഡ്, നിക്കൽ നൈട്രേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്. അപ്പൊ ലെഡ് അസറ്റേറ്റിന് ഈ സാധനങ്ങളുമായിട്ടൊക്കെ ഉപയോഗിച്ചാൽ മെറ്റാലിക് ഡൈ ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത സിന്തറ്റിക് ഓർഗാനിക് ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? പാരാ ടൊളുവീൻ ഡയമീൻ, പാരാ അമിനോ ഡൈ ഫീനൈലമൈൻ, സൾഫോ ഓർത്തോ അമിനോ ഫിനോൺ, പാരാ ഫെനൈലിഡയമൈൻ. ഇതാണ് സിന്തറ്റിക് ഓർഗാനിക് ഡൈയുടെ എക്സാമ്പിൾ. ചോദിച്ചങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഒന്ന് വായിച്ചെങ്കിലും വെച്ചാൽ ചോദിക്കുന്ന സമയം ടൊളുവീനൊക്കെ സിന്തറ്റിക് ആണെന്നും മെറ്റാലിക്കിനകത്ത് മറ്റേ കോപ്പർ, നിക്കല്, സിൽവർ നൈട്രേറ്റ് ഒക്കെയാ വരുന്നതെന്നും ഹെന്ന എന്ന് പറയുന്നത് നാച്ചുറൽ ആണെന്നെങ്കിലും മനസ്സിലാവുമല്ലോ. അതിനാ എല്ലാം വായിക്കുന്നത്. ക്വാളിറ്റീസ് ഓഫ് ഐഡിയൽ ഹെയർ ഡൈ. അപ്പൊ ഒരു ഐഡിയൽ ഹെയർ ഡൈ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ടോക്സിറ്റിയും സിസ്റ്റമിക് ആയിട്ട് ഉണ്ടാക്കാൻ പാടില്ല, നോൺ ഇറിറ്റേറ്റിംഗ് ആയിരിക്കണം, നോൺ ഇൻജൂറിയസ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് കളർ. അതായത് കളർ ഒന്നും മാറാൻ പാടില്ല. സൺലൈറ്റിനോടോ വാട്ടറിനോടോ ഷാമ്പൂനോടോ ഒക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അതെന്താവാൻ പാടില്ല, സ്റ്റേബിൾ ആയിട്ട് തന്നെ നിലനിൽക്കണം. അടുത്ത ഡെപ്പിലേറ്റേഴ്സ്. ഓക്കെ. ഡെപ്പിലേറ്റേഴ്സ്. ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഹെയർ റിമൂവേഴ്സ് എന്ന് പറയുന്ന വേറൊരു പേരെന്ന് പറഞ്ഞിട്ട് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇപ്പോഴത്തെ സമയത്ത് ദീസ് ഡേയ്സ് വുമൻസ് ആർ വെരി കോൺഷ്യസ് അബൌട്ട് ദെയർ ബ്യൂട്ടി അല്ലെ? ആണ്. ദേ ഡു നോട്ട് ഹാവ് അൺവാണ്ടഡ് ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ദെയർ ബോഡി. അവരുടെ മുഖത്ത് അൺവാണ്ടഡ് ഹെയർ ഗ്രോത്തിന്റെ ആവശ്യമില്ല. അവരതിനു വേണ്ടിയിട്ട് എപ്പിലേഷൻ ചെയ്യുന്നു, ഡെപ്പിലേഷൻ ചെയ്യുന്നു, ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. ഓക്കെ. എപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിലേഷൻ മീൻ അൺറൂട്ടിംഗ് ഓഫ് ഇൻടാക്ട് ഹെയർ മെക്കാനിക്കലി ബൈ പ്ലക്കിംഗ് അല്ലെങ്കിൽ എംബഡിംഗ് ഇൻ അദറന്റ് മീഡിയ വാക്സ്, റോസിൻ. അതൊരു പെയിൻഫുൾ പ്രോസസ്. സ്കിൻ ഡാമേജും ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ചില സ്ഥലത്തൊക്കെ നമ്മുടെ ഫേസിലെ ഹെയർ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കാൻ നമ്മൾ പ്ലക്കർ യൂസ് ചെയ്ത് പറിക്കുന്ന സമയത്ത് വേര് വരെ പുറത്ത് വരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനത്തെ സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എപ്പിലേറ്റർ എന്ന് വിളിക്കുക. ഇനി ഡെപ്പിലേറ്റർ എന്താണ്? അല്ലെങ്കിൽ ഡെപ്പിലേഷൻ എന്താണ്? ഡെപ്പിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ഹെയർ ഇസ് റിമൂവ്ഡ് ബൈ കെമിക്കൽ മെത്തേഡ്. അപ്പൊ ഈ സോറി എപ്പിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന്റെ എന്താ പറയാ റൂട്ടിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുമെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ റൂട്ടിൽ നിന്ന് പറിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ വീസ് വാക്സ്, മിനറൽ ഓയില്, വെജിറ്റബിൾ ഓയില്, കൂളിംഗ് ഏജന്റ്, ലോക്കൽ അനസ്തെറ്റിക്കും ആന്റിബാക്ടീരിയൽ ഏജന്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എപ്പിലേഷൻ ചെയ്യുന്നത്. അടുത്തത് ഡെപ്പിലേഷൻ. ഡെപ്പിലേഷൻ എന്താണ്? ഹെയറിന് നമ്മൾ റിമൂവ് ചെയ്യുന്നു ബൈ കെമിക്കൽ മെത്തേഡ് വിത്തൗട്ട് ഇഞ്ചുറി ടു ദ സ്കിൻ. അതിനെയാണ് നമ്മൾ ഡെപ്പിലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ഡാമേജും ഇല്ലാതെ ഹെയറിനെ റിമൂവ് ചെയ്യുന്നതാണ് ഡെപ്പിലേഷൻ. ഓക്കെ. യൂഷ്വലി സൾഫൈഡുകളാണ് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് ഓഫ് ബേരിയം, കാൽസ്യം അല്ലെങ്കിൽ സ്ട്രോൺഷിയം. കാൽസ്യം തയോഗ്ലിസറോളും കാൽസ്യം തയോഗ്ലൈക്കോലേറ്റും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഈ കെമിക്കൽസിന്റെ കൂടെ കാൽസ്യം സൾഫൈഡ് ഡെപ്പിലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്? സൾഫൈഡ് ഓഫ് ബേരിയം, കാൽസ്യം, സ്ട്രോൺഷിയം, കാൽസ്യം തയോഗ്ലിസറോള്, കാൽസ്യം തയോഗ്ലൈക്കോലേറ്റ്, കാൽസ്യം സൾഫൈഡ്. ഇത്രയും സാധനമാണ് ഡെപ്പിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ക്വാളിറ്റീസ് ഓഫ് ആൻ ഐഡിയൽ ഡെപ്പിലേറ്ററി ഏജന്റ്. ഓക്കെ. സോ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡെപ്പിലേറ്ററി ഏജന്റിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ ഇറിറ്റന്റ് ആയിരിക്കണം, ഓർഡർലെസ്, പ്ലസന്റ്ലി പെർഫ്യൂം, എലഗന്റ് ആയിരിക്കണം, ഒരു തരത്തിലുള്ള സ്റ്റെയിനും നമ്മൾ ഡ്രസ്സിൽ ഉണ്ടാക്കാൻ പാടില്ല, 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഡെപ്പിലേറ്റർ ഉപയോഗിച്ച് 5 മിനിറ്റിനുള്ളിൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റണം. ഈസി ആണ്, എക്കണോമിക്കലാണ്, സ്റ്റോർ ചെയ്യുന്നത്
സ്റ്റോറേജ് വളരെ ഈസിയാണ്. ഓക്കെ, അടുത്ത ഒരു മെത്തേഡ് പറയാം. ഫോർമുലേഷൻ നോക്കുക, അതിന്റെ പ്രധാനം ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്താ? ഈ മെത്തേഡിൽ നമ്മളൊരു നീഡില് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ആ റൂട്ട് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് കറണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെയർ അവിടുന്ന് പെർമനന്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നത്. സോ ഇതൊരു എക്സ്പെൻസീവ് മെത്തേഡ് ആണ്, അതുപോലെ ഒരുപാട് സമയവും വേണം. പക്ഷെ ഒരിക്കൽ ഈ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവിടെ പിന്നീട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി അടുത്ത ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻ. സോ ഡാൻഡ്രഫ് നമുക്കറിയാം, താരൻ അല്ലെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫംഗൽ ഡിസീസ്. സോ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു കോമൺ കണ്ടീഷൻസ് ആണ് ബോത്ത് ഫോർ മെൻ ആൻഡ് വിമൻ. സോ യൂഷ്വലി സ്കിൻ ഇറിറ്റേഷനും എംബറാസ്മെന്റും അനോയൻസും ഒക്കെ ഉണ്ടാവും. സോ ഇൻ ഡാൻഡ്രഫ് ഔട്ടർ ലെയർ ഓഫ് ദ എപ്പിഡെർമിസ് ഓഫ് ദ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒടിഞ്ഞു വരും. അപ്പൊ ഡാൻഡ്രഫ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ഒന്നാമത്തെ കാരണം എന്താ? ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? ഒന്നെങ്കിൽ അവിടെ സ്കിന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓവറായിട്ട് ഓയിൽ ചെന്നിട്ട് അവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്ത് അവിടെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. സോ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മുടെ എപ്പിഡെർമിസിന്റെ സ്കാൽപ്പിന്റെ ഔട്ടർ ലെയറിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അവിടെ പൗഡേർഡ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയർ വരും. റിലേറ്റീവ്ലി ലാർജ് സ്കെയിലിൽ തന്നെ അത് ഷെഡ് ഓഫ് ചെയ്തു പോകും. ഇനി എനി പ്രിപ്പറേഷൻ വിച്ച് ക്ലിയർ ദ സ്കാൽപ്പ് ഫ്രം adherent മെറ്റീരിയൽ അല്ലെങ്കിൽ റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് റെസിഡ്യുവൽ സ്കാൽപ്പ് ആൻഡ് ഹെയർ ഓയിൽ ടു റീറ്റെയിൻ ഹെൽത്തി കണ്ടീഷൻസ് ഓഫ് ദ സ്കാൽപ്പ്, അതിനെയാണ് ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സാധനം അത് അവിടുത്തെ ഡാൻഡ്രഫിനെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ ആ പ്രിപ്പറേഷനെയാണ് നമ്മൾ ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മേജർ കോസുകൾ എന്തൊക്കെയാ? മൈക്രോബിയൽ അറ്റാക്ക്, ഡിസ്ഫങ്ഷൻ ഓഫ് ദ സ്കാൽപ്പ് അല്ലെങ്കിൽ അതർ ഓർഗൻസ്. ഇത്രേ ഞാനും പറഞ്ഞുള്ളൂ. സ്കാൽപ്പ് ഒന്നെങ്കിൽ ഡെഡ് ആവാം, സ്കാൽപ്പ് ആക്റ്റീവ് ആകാതിരിക്കാം, എണ്ണയും ഒന്നും ചിലത് സ്കാൽപ്പ് ഡെഡ് ആയിട്ടുണ്ടാവും, അതൊരു റീസൺ. രണ്ട്, മൈക്രോബിയൽ അറ്റാക്ക്. ഇത് രണ്ടിനെയും കോമൺ ആണ് എപ്പോഴും ആന്റി ഡാൻഡ്രഫിന്റെ ഡാൻഡ്രഫിന്റെ കോമൺ കോസ്. ഇനി ഡാൻഡ്രഫ് ഉണ്ടായാലുള്ള പ്രശ്നം എന്താ? ഒന്ന് ഇച്ചിങ് ഉണ്ടാവും, പിന്നെ ലോസ് ഓഫ് ഹെയർ ഉണ്ടാവും. ഷാംപൂ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും, പക്ഷെ എന്നാൽ പോലും റെഗുലർ ആയിട്ട് ഷാംപൂ ചെയ്യുക, റെഗുലർ ആയിട്ട് എന്താ പറയുക കണ്ടീഷണർ അപ്ലൈ ചെയ്യുക, ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുക ഒക്കെ ചെയ്താൽ മാത്രമേ ഹെയർ പ്രോപ്പർ ക്ലീനിങ്ങിൽ നിൽക്കുകയുള്ളൂ. ആൻഡ് മെക്കാനിക്കൽ മസാജ് ഓഫ് ദ സ്കാൽപ്പ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ബ്രഷിംഗ് ഓഫ് ദ ഹെയർ വിൽ ക്ലീൻ ബ്രഷ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷാംപൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്കാൽപ്പിലേക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യും? ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, അതിന് മുമ്പ് ഒരു കോംബോ വെച്ച് സ്കാൽപ്പിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, അതിനുശേഷവും ഒന്ന് കോംബ് ചെയ്ത് അത് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ആവും. So while using the shampoo, it should be allowed to remain in the hair for about half an hour, and then hairs are thoroughly washed with warm water. So നമ്മൾ അപ്ലൈ ചെയ്തു, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour വെയിറ്റ് ചെയ്യുക, അത് കഴുകി കളയുക. സോ ആഫ്റ്റർ പ്രോപ്പർ ഡ്രൈയിങ് ഓഫ് ദ ഹെയർ നമുക്കതിനെ മസാജ് ചെയ്യാനോ ബ്രഷ് ചെയ്യാനോ സർക്കുലേഷൻ കൂട്ടാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടെ ഉണ്ട്. ഒന്ന് സ്റ്റെറൈൽ ഡോസേജ് ഫോം, അതായത് പേരന്റൽ പ്രിപ്പറേഷൻസും, പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ഒഫ്താൽമിക്. ഓക്കെ, ഒഫ്താൽമിക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. മീൻസ് സ്യൂട്ടിക്സ് തീർന്നു. മൊത്തം സ്യൂട്ടിക്സ് 1 ഉം സ്യൂട്ടിക്സ് 2 ഉം തീർന്നു. സോറി, ക്യാപ്സ്യൂളും ഉണ്ട് അല്ലേ? ക്യാപ്സ്യൂളിന്റെ ഒരു ചെറിയ ഏരിയയും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.